ഹായ് ഫ്രണ്ട്സ്, ഡൽഹി ബാക്ക് ടാക്സി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 2 തിങ്കളാഴ്ചയാണ്. ഞാനിപ്പോൾ ചാണക്യപുരി അശോക ഹോട്ടലിൻ്റെ അവിടെയാണ് ഉള്ളത്. നമ്മൾ ഇന്നത്തെ റൈഡ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോൾ രാവിലെ 9 മണിക്ക് ഞാൻ ചാണക്യപുരിയിൽ നിന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നോക്കാം ഇന്ന് എത്ര രൂപ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇത് ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്, അത് കാരണം വലിയ വെയിലൊന്നുമില്ല രാവിലെ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഓട്ടം മടുപ്പായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ട് മഴ നനഞ്ഞ് ചെറിയൊരു പനിയൊക്കെ പിടിച്ച്, അതുകൊണ്ട് കഴിഞ്ഞൊരാഴ്ചത്തെ ഓട്ടം മടുപ്പായിരുന്നു. അതുപോലെ വീഡിയോയും നമ്മൾ അധികം ചെയ്തില്ല. ഇന്നത്തെ ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞാൽ 25 ട്രിപ്പിന് 270 രൂപയാണ് ഇന്നത്തെ ഇൻസെൻറ്റീവ്. നമ്മൾ രാവിലെ മോത്തി ബാഗിലെത്തി. ഈ ചൂടത്ത് വെള്ളം കുടിച്ച് വശക്കേട് വരിക കേട്ടോ. രാവിലെ തന്നെ പോലീസുകാർ ചെക്കിങ് തുടങ്ങി. വേണ്ട, ഡൽഹിയിൽ ഇപ്പോൾ ചെക്കിങ് കൂടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ മിക്ക ആളുകളും ട്രാഫിക് സിഗ്നലൊക്കെ പാലിക്കാൻ തുടങ്ങി. സീബ്ര ലൈനിൻ്റെ പുറകിലൊക്കെ ഇപ്പം മിക്ക ആൾക്കാരും വണ്ടി നിർത്തത്തുള്ളൂ. എത്ര ദൂരത്തേക്ക് പോയാലും ഓണടിക്കണം. മോർണിംഗിൽ നല്ല ട്രിപ്പൊന്നും വരുന്നില്ലല്ലോ. DLF പ്രൊമനേഡ് നല്ല ട്രിപ്പ് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം തന്നെ നല്ല ട്രിപ്പ് വന്നു. DLF പ്രൊമനേഡിലേക്ക് ഫസ്റ്റ് ട്രിപ്പ് കിട്ടി. അലിസേ DLF പ്രൊമനേഡ് വസന്തകുഞ്ച്. വണ്ടികൾ തെരുവുര വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് എടുക്കാൻ പോയി, അത് ക്യാൻസലായി. അത് പാസഞ്ചറെ കാണാഞ്ഞോണ്ട് ക്യാൻസൽ ചെയ്തിട്ട് പോന്നു. നമുക്കിപ്പോൾ അടുത്തൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. മുനീർക്ക എന്ന് ഷാപ്പൂർ ജാട്ടിന്. മുനീർക്ക ടു ഷാപ്പൂർ ജാട്ട്. ഇവിടെ സിഗ്നൽ കംപ്ലൈൻ്റ് ആണല്ലോ. ഇതിലേ കൂടെ ഒക്കെ വണ്ടി വരുമെന്ന് പറയാൻ ഒക്കത്തില്ല. ഇതും ഒരു 5 കിലോമീറ്റർ ട്രിപ്പാണ്. 52 രൂപ. രാവിലെ തന്നെ പരവശം എടുക്കുന്നു. ചൂട് കാരണം ദാഹം. മാർഗരറ്റ് ഇവിടെ നിൽപ്പുണ്ട്. ഇതാണ് മാർഗരറ്റ്. (9902) 5.4 കിലോമീറ്റർ 14 മിനിറ്റ്. बैठे एक मिनट. അങ്ങനെ ഇന്നത്തെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു. 53 റുപ്പീസിൻ്റെ ട്രിപ്പായിരുന്നു ഫസ്റ്റ്. നമ്മൾ ഷാപ്പൂർ ജാട്ടിലെത്തിയപ്പോൾ നമ്മൾ വന്ന് നിർത്തിയപ്പോൾ തന്നെ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ പിക്കപ്പ് ഇത്തിരി ലോങ്ങാണ്. ഓസ്കാസ് മെട്രോയിൽ നിന്നാണ് അടുത്ത ട്രിപ്പ്. 27 രൂപ ട്രിപ്പിന് വേണ്ടി ഞാൻ ഇത്രയും ലോങ് പിക്കപ്പ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു.
പിന്നെ നമ്മൾ കൊണ്ടു നിർത്തുന്നുണ്ടെങ്കിൽ അടുത്ത ട്രിപ്പ് തരുമ്പം അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ ഊബർ നമുക്ക് അടുത്ത ട്രിപ്പ് തന്നുകൊണ്ടേയിരിക്കും. അയ്യോ, അയ്യോ ഇവിടെ ജാമാണോ? രാവിലെ നല്ല ഉഷ്ണമുണ്ട് കേട്ടോ, വിയർത്തൊഴുകുമോ, വെറുതെ നിന്ന് അപ്പം വിയർത്തൊഴുകാൻ തുടങ്ങും. സിമൻ പൊളിയുന്നുണ്ട്. എന്താടേ നോക്കുന്നേ? അത് आपको आप उसमें गाड़ी नंबर दिख रहा है ना? मैंने कितने बार कॉल किया आपको, आपने उठाया नहीं। खड़ी हो तो गाड़ी नंबर देखो, उसमें गाड़ी नंबर लिखा हुआ है। फिर OTP बताओ। 3741 राइट। അങ്ങനെ നമ്മൾ 2-3 ട്രിപ്പ് എടുത്ത് നമ്മൾ ലാസ്റ്റിലിപ്പം വീണ്ടും ചാണക്യവരയിലെത്തി. ഇതുവരെ നമ്മൾ 1.5 മണിക്കൂർ കൊണ്ട് 230 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. ഓ പണി പാളിയോ? ഞാൻ എങ്ങോട്ടാണ് വന്നേ? എന്നെ പരിപാടിയായിരുന്നു. ഇതെങ്ങനെ ഇവിടുത്തെ ലൊക്കേഷൻ വന്നേ? ഇത് കണ്ടോ, 1 കിലോ 8ൻ്റെ പണി കിട്ടി. 8ൻ്റെ പണിയായിപ്പോൾ കേട്ടോ. ഞാനിപ്പോൾ നെഹ്റു പാർക്കിൽ നിൽക്കുമായിരുന്നു. അവിടുന്ന് എനിക്ക് മഹിബാൽപൂരിൻ്റെ ട്രിപ്പ് കിട്ടിയതാണ്. 83 രൂപ ട്രിപ്പായിരുന്നു. ആ ട്രിപ്പ് അക്സെപ്റ്റ് ചെയ്ത് ഞാൻ ലൊക്കേഷൻ ഓപ്പൺ ആക്കി വേറെ ലൊക്കേഷനാണ് കാണിച്ചത്. ഈ ലൊക്കേഷൻ എങ്ങനെ വന്നെന്ന് എനിക്ക് പിടുത്തമില്ല. ആ പാസഞ്ചറിന് എന്തോ അർജൻറ്റ് പോകേണ്ടതായിരുന്നു. ഞാൻ അവിടുന്ന് 2 കിലോമീറ്റർ ഓടി ഇപ്പുറത്ത് വന്നു വേറൊരു ലൊക്കേഷന്. പക്ഷേ ഇതെങ്ങനെ ഈ ലൊക്കേഷൻ വന്നു ഒരു പിടുത്തമില്ലല്ലോ. അങ്ങനെ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇല്ല, ചില സമയത്ത് അത് അങ്ങനെ ഈ ഒരു ലൊക്കേഷൻ മാറിയെന്നറിയില്ല. നല്ലൊരു ട്രിപ്പായിരുന്നു. ഞാൻ നിന്നതിന് അടുത്ത് തന്നെയായിരുന്നു. ഓ അങ്ങനെ പറ്റിയതാ. ഇതിന് മുമ്പ് എനിക്കൊരു ട്രിപ്പ് വന്നായിരുന്നു കേട്ടോ. ആ ഒരു ലൊക്കേഷൻ ഓപ്പണായി കിടന്ന് അത് നോക്കി ഞാനിങ്ങ് പോന്നു. അങ്ങനെ സമയം 11:30 ഇതുവരെ നമ്മൾ 1000 സംതിങ് രൂപയ്ക്ക് ഓടി. ലാസ്റ്റ് 941 രൂപയ്ക്ക് ടോട്ടൽ ഓടി. അതുകൂടാതെ നമ്മൾ 950 രൂപയ്ക്ക് ടോട്ടൽ ഓടി. പിന്നെ ഇപ്പോൾ ഒരു ഓഫ്ലൈൻ ട്രിപ്പ് എടുത്ത് നമ്മൾ കാൺപൂരെത്തി 90 രൂപയുടെ. അങ്ങനെ 1040 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട് ഇതുവരെ. 11:30 സമയം. ഇപ്പം ഞാൻ ഇവിടെ കാൺപൂരെത്തിയപ്പോൾ ഒരു ടീം വണ്ടി ബുക്ക് ചെയ്തിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് മറ്റേ ഗേറ്റ് ടൈപ്പ് ആൾക്കാരാണ്. ഇവൻ കുറേ നേരം കൊണ്ട് ഞാൻ വന്ന സമയം കൊണ്ട് ബുക്ക് ചെയ്യുക. എന്നിട്ട് എന്നോട് ബുക്ക് ചെയ്തിട്ട് എവിടെ താമസിക്കുന്നതെന്നൊക്കെ മെസ്സേജ് അയക്കുക. ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തില്ല. അപ്പോൾ ഇപ്പം വീണ്ടും ബുക്ക് ചെയ്തപ്പോൾ ഞാൻ അക്സെപ്റ്റ് ചെയ്ത്. എന്നിട്ട് മെസ്സേജ് യാർ മുझे नहीं जाना है, എനിക്ക് പോകാനല്ല ബുക്ക് ചെയ്തതെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ നിനക്ക് വേണ്ടതെന്ന്. ആപ്കെ പാസ് ഓ എൻ്റെ അടുത്തുള്ളതാണ് അവന് വേണ്ടതെന്ന്. ഇമ്മാതിരി ടീമുകളെ കൊണ്ട് ചുമ്മാ കുറച്ച് നേരം ചാറ്റ് ചെയ്യുക, കൊതിപ്പിച്ചിട്ട് കളന്നാളയാ. കുറച്ച് നേരം ചാറ്റ് ചെയ്തിട്ട്
ക്യാൻസലേഷൻ ചാർജ് കയറ്റാൻ 10 രൂപ. അങ്ങനെ ഐഡിയ ഉണ്ടല്ലോ. ക്യാൻസലേഷൻ ചാർജ് 10 രൂപ കയറ്റാം. ഇവനൊരു ഗേ ആയിരുന്നു, ഗേ. ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് വെറുതെ എന്തിനാ നമ്മൾ വീണ്ടും ബുക്ക് ചെയ്യുന്നത്. ഇന്നത്തേക്കുള്ള ആളിനെ കിട്ടുന്നിടം വരെ ഇങ്ങനെ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചില ടീമുകളുണ്ട്. പെരുന്നാളിനുള്ള ആടിനെ വെട്ടാൻ കൊണ്ടുപോകണല്ലോ. ശനിയാഴ്ച അല്ലേ പെരുന്നാൾ? ബക്രീദ്. ഇവൻ്റെ 10 രൂപ കയറി കേട്ടോ. 10 രൂപ ക്യാൻസലേഷൻ ചാർജ് കയറി. ഞാൻ ലൊക്കേഷനിലെത്തിയായിരുന്നു. പാമ്പിടിച്ചതിൻ്റെ 10 രൂപ ക്യാൻസലേഷൻ ചാർജ് കയറിയിട്ടുണ്ട്. അങ്ങനെ 960 90 1050 രൂപയ്ക്കാണ് നമ്മളിന്ന് 1050 രൂപയ്ക്കാണ് നമ്മളിന്ന് ഓടിയിരിക്കുന്നത്. ഇന്ന് നമുക്ക് 250 രൂപയുടെ പെട്രോൾ കൂട്ടിയാൽ 800 രൂപയാണ് നമ്മൾ ഓടിയിരിക്കുന്നത്. 800 രൂപയ്ക്കാണ്. ഇന്ന് വർക്ക് ചെയ്ത് രാവിലെ 2.5 3 4 മണിക്കൂറും 4 ഇന്ന് ടോട്ടൽ 8 മണിക്കൂർ വർക്ക് ചെയ്തു. 250 രൂപയുടെ പെട്രോളുമായി 16 ട്രിപ്പ് ഊബർ കംപ്ലീറ്റ് ചെയ്ത് 960 രൂപയ്ക്ക് ഓടി. 90 രൂപ ഓഫ്ലൈൻ ട്രിപ്പ്. അപ്പോൾ ഇന്നത്തെ ട്രിപ്പ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.